Hi all, welcome to Walk with a Lawyer. Welcome to a new video. റീസെൻ്റ്ലി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വളരെ വൈറലായ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവാം. ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോ പാസഞ്ചറായി ഉണ്ടായിരുന്നത് നടൻ പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. സോ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ഇദ്ദേഹം പൃഥ്വിരാജിനോട് അടുത്തുനിന്നും സംസാരിക്കാനും പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കാനും വേണ്ടി ചെല്ലുകയാണ്. ആ സമയത്ത് പൃഥ്വിരാജ് വേണ്ട, സ്റ്റോപ്പ് എന്ന രീതിയിൽ ഒരു ആക്ഷൻ കാണിച്ചു. എൻ്റെ അടുത്തേക്ക് വരേണ്ട, അവിടെ നിന്നാൽ മതി, താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കണം. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഭയങ്കരമായി ഹെർട്ടാവുകയും അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് വളരെ വിഷമത്തോടെ. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇതേപോലെ ഇതിൻ്റെ മുന്നൊരു അവസരത്തിൽ ചെമ്പൻ വിനോദിനെ അദ്ദേഹം കണ്ടപ്പം വളരെ ഹാപ്പിയായി, വളരെ വെൽക്കമിങ് ആയിരുന്നു ഈ ചെമ്മൻ വിനോദ്. ഇതുപോലൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനെ വിളിച്ച് അടുത്തിരുത്തി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വളരെ വിഷമത്തോടെ. അപ്പം അദ്ദേഹം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടെയാണ് വീഡിയോ ചെയ്തത്. അപ്പം അതിൻ്റെ റിയാക്ഷൻസ് നോക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ അനുകൂലിച്ചും അതേപോലെ അദ്ദേഹത്തിനെ പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. വളരെ വിഷമത്തോടെയൊക്കെ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പൃഥ്വിരാജ്, വളരെ മോശമായിപ്പോയി, അദ്ദേഹത്തിന് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞൊരു ഭാഗം ആളുകൾ അങ്ങനെയും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പം എനിക്കും സങ്കടം തോന്നി. അത് ആ സംഭവത്തെ ഓർത്തല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന രീതിയും പിന്നെ ആ വീഡിയോയുടെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എല്ലാം കൂടെ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. സെലിബ്രിറ്റികളോടുള്ള അമിതമായ ആരാധന, ഭ്രമം, അഭിനിവേശം അഥവാ സെലിബ്രിറ്റി വേർഷിപ്പിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്ത് വലിയൊരു പ്രസക്തി ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൈൻഡിൽ നിന്ന് ടോട്ടലി എടുത്തു മാറ്റേണ്ട ഒരു കൺസെപ്റ്റാണ് ഈ സെലിബ്രിറ്റി വേർഷിപ്പിംഗ്. പണ്ടത്തെ കാലഘട്ടത്താണെങ്കിൽ ഓക്കെ, അതായത് ഒരു 60 തൊട്ട് 90s വരെയുള്ള കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ മേബി 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ അന്ന് നമുക്കൊരു പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരുപാട് ഉപാധികളില്ലാത്തൊരു സമയമായിരുന്നു. ആദ്യകാലങ്ങളിൽ നാടകങ്ങളുണ്ടായിരുന്നു, പിന്നെ സിനിമ വന്നു, സീരിയലുകൾ വന്നു. മറ്റ് എൻ്റർടൈൻമെൻറ്റിലുള്ള ഉപാധികളില്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന നടീനടന്മാരോടൊരു പ്രത്യേക ഒരു ആദരവും ഒരു ക്രൈസൊക്കെ ആ സമയത്ത് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടമല്ലല്ലോ ഇന്ന് കാലം മാറി, ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായി ബൂം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഈവൻ കോമണേഴ്സിന് പോലും, സാധാരണക്കാർക്ക് പോലും അവർക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നല്ല രീതിയിൽ പോപ്പുലാരിറ്റി കിട്ടാനും ഫെയിം കിട്ടാനൊക്കെ സാധ്യതകൾ തുറന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കിട്ടേണ്ട ഒരു പ്രിവിലേജ് മാത്രമല്ല ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ്, മറിച്ച് ഇറ്റ്സ് വെരി കോമൺ നൗ. ഒരു സിനിമയിൽ നടൻ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗാണ് സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത്. അതായത് ചിന്താവിഷ്ട ശ്യാമള മൂവിയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളുണ്ട്. ആ പറഞ്ഞ കാര്യം ഇന്ന് ആപ്ലിക്കബിൾ ആണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ. കാരണം കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്ന് പറയേണ്ടി വരും. ഈ ഒരു സെലിബ്രിറ്റി വേർഷിപ്പിങ്ങിനെ കുറിച്ച് അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ താരങ്ങളുടെ പ്രൊഫഷണൽ, പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ അതിൻ്റെ പ്രേക്ഷകനെ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സെലിബ്രിറ്റി വേർഷിപ്പിങ്ങിലേക്ക് കടക്കുന്നത്. ഈ ഒരു സെലിബ്രിറ്റി വേർഷിപ്പിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റിനെ വളരെ ഭംഗിയായി ചിത്രീകരിച്ച ഒരു മലയാള സിനിമ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ അതിൽ പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് അവർ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ലൈഫിനെ എങ്ങനെ സെലിബ്രിറ്റികളുടെ ജീവിതം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനെ കൊണ്ടുള്ള ഇമ്പാക്ട്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ഞാൻ പറയുന്നത് എന്തോ ഈ താരങ്ങളുടെ ഫാൻസ് അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധകമായ കാര്യമാണെന്ന് ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ച് പേര് ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ സെലിബ്രിറ്റി വേർഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്കും നമ്മുടെ ചുറ്റുമുള്ള പലരിലും ഇന്ന് വ്യാപകമായ രീതിയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത തന്നെയാണ് സെലിബ്രിറ്റി വേർഷിപ്പിംഗ് എന്ന് പറയുന്നത്.
അത് ഓരോ ആളിലും ഓരോ തരത്തിലും ഓരോ ഇൻറ്റൻസിറ്റിയിലും ആണെന്ന് മാത്രം. അപ്പോൾ ഈ സെലിബ്രിറ്റി വേർഷിപ്പിങ്ങിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് നമ്മുടെ ജീവിതത്തിലൊക്കെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റാണ്. കാര്യം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഫോൺ എടുക്കുക, റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ റീൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് സെലിബ്രിറ്റികളുടെ ജീവിതമാണ്. അവർ പുതിയ വണ്ടി വാങ്ങുന്നു, അവർ പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നു, അവർ വേറെ വിദേശത്തേക്ക് ടൂർ പോകുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാണാൻ വളരെ രസമാണ്. നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ബിക്കോസ് ന്യൂറോളജിക്കലി സ്പീക്കിംഗ് ഇത്തരത്തിലുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡോപ്പമിൻ ഗിവ്സ് യു എ ഗുഡ് ഫീലിംഗ്. ബട്ട് നമ്മുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. നമ്മളെ കാണുന്ന സെലിബ്രിറ്റീസൊക്കെ അവർ കോടികൾ സമ്പാദിക്കുന്നു, അവർ പുതിയ ലക്ഷറി കാർസ് വാങ്ങുന്നു, ഫെയിം കിട്ടുന്നു, എല്ലാം ചെയ്യുന്നു. ബട്ട് നമ്മളിവിടെ വീട്ടിൽ ഇതും കണ്ടുകൊണ്ട് ചൊറിയും കുത്തിയിരിക്കുന്നു. ഇത്തരത്തിലൊരു കമ്പാരിസൺ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ആവുന്നത്. ഇതൊരു തരത്തിൽ അസൂയ, ഒരു തരം ലോ എസ്റ്റീം ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മേ ബി ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പം വലിയ എഫക്റ്റ് ഉണ്ടാവില്ലായിരിക്കാം. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഒരു അസൂയയുടെയും ഈ ഒരു തരം ലോ എസ്റ്റീമിൻ്റെയും ഒരു വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ അക്യുമുലേറ്റ് ആയി ഒരു തരത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഉണ്ടാക്കും. മേ ബി ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു എ സോർട്ട് ഓഫ് ഡിപ്രഷൻ ഇൻ അവർ മൈൻഡ്സ്. സോ ഇതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട്. മറ്റൊന്ന് ഇതിനോട് തന്നെ ചേർത്ത് പറയുന്നതാണ് വേസ്റ്റേജ് ഓഫ് ടൈം. നമ്മൾക്കറിയാം, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത് തുറന്നു കഴിഞ്ഞാൽ വി ലൂസ് ട്രാക്ക് ഓഫ് എ ടൈം. അവർക്ക് മേ ബി സെലിബ്രിറ്റികൾക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും അവർക്കൊക്കെ നമ്മൾ എത്രത്തോളം അവരുടെ വീഡിയോസ് കാണുന്നു അതിൻ്റെ വ്യൂവർഷിപ്പും അതിൻ്റെ റീൽസിൻ്റെ റീച്ചൊക്കെ അവർ കൂടുതൽ കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ലൈഫിൽ പ്രഷ്യസ് ആയിട്ടുള്ള സമയം നമ്മൾ ഇവർക്ക് വേണ്ടി വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് മറ്റുള്ളവരെ അനുകരിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു പടി മേലെ നിൽക്കുന്നവരെ അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സെലിബ്രിറ്റി വെഡ്ഡിങ്സ് ഒക്കെ കാണാറുണ്ടല്ലോ. ഇപ്പോൾ സെലിബ്രിറ്റി വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വളരെ പോഷായിട്ടുള്ള വളരെ ഗ്രാൻഡിയറിൽ നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അതിൽ സെലിബ്രിറ്റികളുടെ വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ലോട്ട് ഓഫ് ബിസിനസ്. അവർക്ക് അവരുടേതായ പാർട്ണർഷിപ്പുകൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായ ഹിഡൻ അജൻഡാസ് ഉണ്ടാവാം, അവർക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും. For them it's a sort of business as well, more than a marriage or something. It also means business for them. ബട്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ ഇവിടെ ഇത് ഇരുന്ന് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കാണുന്ന നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇത് കാണാനൊക്കെ വളരെ രസമാണ്. അപ്പം ഇത്തരത്തിലൊരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ സെലിബ്രിറ്റികളുടെ ഈ ഇതൊക്കെ ഒരു പൊലിമയൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും നമുക്കും അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം അല്ലേ. അപ്പോൾ എന്താണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി നാച്ചുറലി ആ കുട്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് തോന്നും, എനിക്കും ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ നേരെ പോയിട്ട് പാരൻസിനോട് പോയി പറയും എനിക്കും ഇതുപോലെയൊക്കെ ആവണം. ആ പാരൻസ് ആണെങ്കിൽ അവരുടെ ലൈഫ് ലോങ് അവരുണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം മേ ബി കുട്ടിയുടെ മാരേജ് നടത്താൻ പോകുന്നത്. അപ്പോൾ പറയും എനിക്ക് ആ മറ്റേ കല്യാണത്തിനുണ്ടായിട്ടുള്ള അത് വേണം, ഇത് വേണം, ഇത് വേണം, മറ്റേതുപോലെ ഇത് വേണം, ആ ഫോട്ടോഗ്രാഫർ വേണം, ഈ മേക്കപ്പ് മാൻ വേണം, സെലിബ്രിറ്റി മേക്കപ്പ് മാൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം മകളുടെയോ മകന്റെയോ നിർബന്ധത്തിന് വഴങ്ങി അതും ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് എ സോർട്ട് ഓഫ് അഗൈൻ ഇറ്റ്സ് ഗിവിംഗ് എ ഫിനാൻഷ്യൽ ബർഡൻ ടു അസ് ആസ് വെൽ. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്യങ്ങളുടെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സിന്റെ ഒരു ഇമ്പാക്ട്. നമ്മളൊക്കെ എന്ത് വാങ്ങണം, എന്തൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ കഴിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് അഡ്വർടൈസ്മെന്റ്സ് ആണ്. റീസെന്റ് കുറച്ചൊരു കാലമായിരിക്കും റിലീസായ ഒരു കോസ്മെറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടത്തയോണിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഇറ്റ്സ് എ സ്കിൻ വൈറ്റനിങ്, ഓൾസോ ഒരു സ്കിൻ ആന്റി ഏജിങ് ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇത് കാണുന്ന സാധാരണ ജനത്തിന് അറിയേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എവിടെ കിട്ടും ഗ്ലൂട്ടത്തയോൺ? കാരണം ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അടിക്കാമല്ലോ. അപ്പൊ അത്രയുമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരത്തിലെ സെലിബ്രിറ്റീസിന്റെയും അതുപോലെ അവർ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സിന്റെയും ഇമ്പാക്ട്. പക്ഷേ ഈ പ്രൊഡക്ട്സ് എൻഡോസ് ചെയ്യുന്ന സെലിബ്രിറ്റികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് യൂസ്ഫുൾ ആയ എന്തോ പ്രൊഡക്റ്റ് നമ്മൾക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഫോർ ദം ഇറ്റ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ ദം ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദിയർ ബിസിനസ്, പാർട്ട് ഓഫ് ദിയർ സ്റ്റാർഡം. അവരുടെ സ്റ്റാർഡം വിറ്റ് കാശാക്കാണ് അവർ ചെയ്യുന്നത്. ബട്ട് അവരിത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ആൻഡ് ദ ട്രൂത്ത് ഇസ് 99% ഓഫ് ദ പ്രൊഡക്ട്സ് അവർ എൻഡോസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അവരത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ബോളിവുഡ് ആക്ട്രസ് ആലിയ ഭട്ടിന്റെ കേസ്. അവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എക്സ്പോസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാര്യം അവർ എൻഡോസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതായത് ഫ്രൂട്ട് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കുക്കീസ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെയാണ് അവർ മെയിൻലി അവർ എൻഡോസ് ചെയ്യുന്നത്. ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവർ എൻഡോസ് ചെയ്യുന്നത്. പക്ഷേ അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൺഫസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഞാൻ ഷുഗർ എന്ന് പറഞ്ഞ സാധനം തന്നെ അവർ ജീവിതത്തിൽ യൂസ് ചെയ്യാറില്ല. അങ്ങനെയുള്ളവരാണ് ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ജനങ്ങളോട് കഴിക്കാൻ പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡബിൾ സ്റ്റാൻഡേർഡ് ഫോളോഡ് ബൈ ദി സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ദ സ്റ്റാർസ്, സോ കോൾഡ് സ്റ്റാർസ്. നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ഗ്ലൂട്ടത്തയോൺ ആയാലും ശരി, ഈ തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ആയാലും ശരി, നമ്മൾ കളഞ്ഞു കുളിക്കുന്നത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമാണ്. സോ it is for us to think and reflect on this, whether we have to blindly follow the celebrities. ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് താരങ്ങളോട് ഒരു വിദ്വേഷം വെച്ച് പുലർത്തണം, അല്ലെങ്കിൽ എനിക്ക് താരങ്ങളോട് എന്തോ ഒരു വിദ്വേഷം ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, താരങ്ങളുടെ ഓൺ സ്ക്രീനിലുള്ള അവരുടെ കാര്യങ്ങളും അതേപോലെ ഓഫ് സ്ക്രീനിലുള്ള അവരുടെ ജീവിതവും രണ്ടും രണ്ടായിട്ട് കാണണമെന്ന് മാത്രമാണ്. ഇനി ഒരു പക്ഷെ നാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം? മേ ബി നിങ്ങൾ ദൂരം നിന്ന് കാണുവാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൊന്ന് വേവ് ചെയ്യാം, ഒരു ഹായ് ഹലോ പറയാം. എന്നിട്ടൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ മാത്രം അടുത്ത് ചെല്ലാം, നിങ്ങൾക്ക് ചെന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എൻ്റെ പേര് ഇങ്ങനെയാണ്, എനിക്ക് നിങ്ങളുടെ പാട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടമാണ്, ഞാനൊരു വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് അദ്ദേഹം സമ്മതിക്കുവാണെങ്കിൽ മാത്രം ഒരു ഫോട്ടോ എടുക്കാം, തിരിച്ച് കൈ കൊടുത്ത് പിരിയാം. So that is a responsible way of behaving in such a situation. അല്ലാതെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പോലും പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ കാണിച്ച് സെൽഫി എടുക്കുകയല്ല. So let's become responsible citizens. That is the thought for the day. And thank you so much all for watching my video. Keep watching my video, keep supporting my content. Do subscribe my channel. Thank you so much.